നിൽക്കുകയും ശാഖകൾ ഉപരിലോകത്ത് പടർന്നു പന്തലിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു നല്ല വൃക്ഷം പോലെയാണ് ഹൃദയത്തിൽ വേരൂന്നിയ തൗഹീദിൻ്റെ ആളുകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. തുടർന്നുള്ള വചനങ്ങളിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض اجتثت من فوق الأرض ما لها من قرار. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. ألم تر إلى الذين بدلوا نعمة الله كفرا وأحلوا قومهم دار البوار جهنم يصلونها وبئس القرار. وجعلوا لله أندادا ليضلوا عن سبيله قل تمتعوا فإن مصيركم إلى النار. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية
سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു വൃക്ഷത്തിൻ്റെ അഥവാ കലിമത്തു തൗഹീദിൻ്റെ ഉപമ നമുക്ക് പറഞ്ഞതിന് ശേഷം തൗഹീദിന് വിരുദ്ധമായ ഷിർക്കിൻ്റെ ആശയങ്ങളെക്കുറിച്ചാണ് പിന്നീട് ഉദാഹരിക്കുന്നത്. വമസലു കലിമത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു കലിമത്തിൻ്റെ ഉപമ ഇപ്രകാരമാകുന്നു. ആ കലിമത്തിൻ്റെ പ്രത്യേകത ഖബീസത്തിൻ, അത് ഖബീസത്തായ കലിമത്താണ്, അഥവാ മോശമായ കലിമത്താണ്. കലിമത്ത് എന്ന് പറഞ്ഞാൽ വാക്ക്, വാചകം, ഒരു ആശയം ഉൾക്കൊള്ളുന്ന വാചകത്തിനാണ് കലിമത്ത് എന്ന് പറയുന്നത്. ഒരു ആശയത്തെ സൂചിപ്പിക്കുവാനും അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വമസലു കലിമത്തിൻ ഖബീസ, മോശമായ കലിമത്തിൻ്റെ ഉദാഹരണം, കശജറത്തിൻ ഖബീസ, അത് മോശമായ ഒരു വൃക്ഷം പോലെയാണ്. മോശമായ ഒരു വൃക്ഷം പോലെയാണ്. എന്താണ് മോശമായ ഒരു വൃക്ഷത്തിൻ്റെ പ്രത്യേകത? അത് ഉജുതുസ്സത് മിൻ ഫൗഖിൽ അർദ്. ഇജ്തസ്സ എന്ന് പറഞ്ഞാൽ
വേരറ്റു പോവുക, ഉറപ്പില്ലാതിരിക്കുക എന്നാണ്. യജ്തസ്സു ഇജ്തിസാസൻ, ഉജ്തുസ്സത്ത്, അത് മിൻ ഫൗഖിൽ അർളി, ഭൂമിക്ക് മേലെ നിന്ന് അത് പിഴുതെടുക്കപ്പെടുന്നതാണ്. ചെറിയ ഒരു കാറ്റ് മതി, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് അത് പിഴുതെടുക്കപ്പെടുന്നു, അല്ലെങ്കിൽ മറഞ്ഞു വീണു പോകുന്നു. ഉറപ്പില്ല, വേരുകൾ ആണ്ടിറങ്ങിയിട്ടില്ല, വേരുകൾ താഴോട്ട് ആണ്ടിറങ്ങിയിട്ടില്ല. ചെറിയ ഒരു കാറ്റടിക്കുമ്പോഴേക്ക് മറഞ്ഞു വീഴുന്ന ഒരു വൃക്ഷം പോലെയാണ് മോശമായ ഒരു കലിമത്തിൻ്റെ ഉദാഹരണം. മാലഹ മിൻ ഖറാർ, അതിന് യാതൊരു ഖറാറുമില്ല. ഖറാർ എന്ന് പറഞ്ഞാൽ ഖറ യഖറു ഖറാറൻ, ഉറപ്പ്. ഖറാർ എന്ന് പറഞ്ഞാൽ ഉറപ്പ്. മാലഹ മിൻ ഖറാർ, അതിന് യാതൊരു ഖറാറുമില്ല, ഉറപ്പുമില്ല. അപ്പോൾ യാതൊരു ഉറപ്പുമില്ലാതെ, വേരുകൾ ആഴ്ന്നിറങ്ങാതെ, ഭൂമിക്ക് മേലെ മാത്രം വേരുകൾ കാണപ്പെടുകയും ഒരു കാറ്റടിക്കുമ്പോഴേക്കോ മഴ പെയ്യുമ്പോഴേക്കോ മറഞ്ഞു വീഴുകയും ചെയ്യുന്ന മോശമായ ഒരു വൃക്ഷം പോലെയാണ് മോശമായ ഒരു കലിമത്തിൻ്റെ ഉദാഹരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ മോശമായ വൃക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആട്ടങ്ങയാണ് എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോശമായ വൃക്ഷത്തിന് അത് പലപ്പോഴും ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സിഫത്തുള്ള ഏത് വൃക്ഷവുമാവാം, അതാണ് ശരിയായ നിലപാട്. ഈ സിഫത്തുള്ള ഏത് വൃക്ഷവും അതിന് ഉദാഹരണമാണ്. വലിയ ഉറപ്പില്ലാത്ത, പെട്ടെന്ന് മറിഞ്ഞു വീണു പോകുന്നത്. അങ്ങനെയുള്ള വൃക്ഷത്തെ അള്ളാഹു ഉപമിച്ചത് ഏതിനോടാണ്? മോശമായ കലിമത്തിനോടാണ്. ഏതാണ് ആ മോശമായ കലിമത്ത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയത്തിന് വിപരീതമായ ആശയം ഉൾക്കൊള്ളുന്ന എല്ലാ കലിമത്തുകളുമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം കലിമത്തുൻ ത്വയ്യിബ എന്ന് നേരത്തെ പറഞ്ഞത് തൗഹീദിൻ്റെ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയത്തിന് വിപരീതമായ ബഹുദൈവാരാധനയുടെ ആശയങ്ങൾ, അതിന് നിലനിൽപ്പില്ല. മാ ലഹ മിൻ ഖറാർ, ബഹുദൈവാരാധനക്ക് നിലനിൽപ്പില്ല. കാരണം അത് ബാത്തിലാണ്. ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അല്ലാഹു മാത്രമാണ് സത്യം. വ അന്നമാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാത്തിൽ, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം നിരർത്ഥകമായ ആശയങ്ങൾക്കാണ്, ദൈവങ്ങൾക്കാണ്, ഇലാഹുകൾക്കാണ്. അത് ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ മാ ലഹ മിൻ ഖറാർ, അതിന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ തൗഹീദില്ലാത്ത ആളുകളുടെ ജീവിതം ഈ ലോകത്തും ഖബറിലും പരലോകത്തും അപകടകരമായിരിക്കും. എന്നാൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ തൗഹീദുള്ള ആളുകൾക്ക് ദുനിയാവിലും ഉറപ്പുണ്ടാകും, ബർസഖിലും ഉറപ്പുണ്ടാകും, മഹ്ശറിലും അവരുടെ പാദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് നിർത്തുന്നതാണ്. എന്നാൽ ശിർക്കിന് യാതൊരു നിലനിൽപ്പുമില്ല. പ്രമാണങ്ങളുടെ മുന്നിൽ അതിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ശിർക്കിൻ്റെ ആളുകളും എപ്പോഴും ഭയത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ ബിമാ അശ്റകൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. സത്യനിഷേധികളുടെ ഹൃദയത്തിൽ ഒരു തരം ഭയം ഞാൻ ഇട്ടുകൊടുക്കും. അല്ലാഹു പറയാണ്. ഈ ഭയം എപ്പോഴും അവരിൽ ഉണ്ടാകുന്നതാണ്. എന്താണ് ഈ ഭയത്തിൻ്റെ കാരണം? ബിമാ അശ്റകൂ ബില്ലാഹ്, അവർ അല്ലാഹുവിൽ പങ്കു ചേർത്തത് കാരണത്താൽ. മാലം നുനസ്സിൽ ബിഹി സുൽത്താന, ഒരു പ്രമാണവും ഞാൻ അവതരിപ്പിച്ചിട്ടില്ലാത്ത സൃഷ്ടികളെ അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തത് കാരണത്താൽ അവരുടെ നിർഭയത്വം നഷ്ടപ്പെട്ടു. എപ്പോഴും അവരുടെ മനസ്സിൽ ഒരു പേടിയുണ്ടാകും. ഈ പേടി കൊണ്ടാണ് അവർ വ്യത്യസ്തങ്ങളായ ദൈവങ്ങളെ സമീപിക്കുന്നത്. അവർക്കൊരു കരാറുണ്ടാവില്ല. ഒരിക്കൽ ഒരു ജാറത്തിലാണെങ്കിൽ പിന്നെ മറ്റൊരു ജാറത്തിൽ, അവിടെ ശരിയല്ലാന്ന് തോന്നുമ്പോൾ വേറൊരു ജാറത്തിൽ, ഒരു വിഗ്രഹത്തിൽ നിന്ന് മറ്റൊരു വിഗ്രഹത്തിലേക്ക്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ഒരു വലിയിൽ നിന്ന് മറ്റൊരു വലിയിലേക്ക്. അങ്ങനെ അവർ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അവർക്കൊരു കരാറുണ്ടാവില്ല. എന്നാൽ സത്യവിശ്വാസികളോ, ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹു മതി, ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല, അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വഹുവ റബ്ബുൽ അർശിൽ അദീം, അത്യുന്നതമായ മഹത്വമേറിയ സിംഹാസനത്തിൻ്റെ റബ്ബാണവൻ, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എനിക്കല്ലാഹു മതി. ഇതാണ് യഥാർത്ഥ തൗഹീദിൻ്റെ ആളുകളുടെ അവസ്ഥ. എന്നാൽ
ഷിർക്കിൻ്റെ ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ്സമാ ഫതഖ്തഫുഹു അത്വയ്റു ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുടെ ഉപമ ആകാശത്ത് നിന്ന് താഴോട്ട് വീഴുന്ന ഒരാളെ പോലെയാണ്. പക്ഷികൾ അവനെ റാഞ്ചിയെടുത്തേക്കാം, അല്ലെങ്കിൽ കാറ്റുകൾ അവനെ വിദൂരമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തള്ളിയേക്കാം. എവിടെ, എപ്പോൾ, എന്ത് എന്നതിന് ഒരു ധാരണയും ഒരു ഗ്യാരണ്ടിയും ഉണ്ടാവുകയില്ല ഷിർക്കിന്. അപ്പോൾ ഷിർക്കിനും കുഫറിനും, നിരീശ്വരവാദത്തിനും ബഹുദൈവാരാധനക്കും നിലനിൽപ്പില്ല, അതിന് അടിസ്ഥാനമില്ല. മാത്രമല്ല അതിൻ്റെ വക്താക്കൾ എപ്പോഴും ഭീതിയിലായിരിക്കും. ചെറിയ പ്രതിസന്ധികളിൽ പോലും അവർ തളർന്നു പോകും. തൗഹീദിൻ്റെ ആളുകൾ അങ്ങനെയല്ല. അവർ ഏത് പ്രതിസന്ധിയെയും ക്ഷമ കൊണ്ട് നേരിടും. കാരണം അവർ മനസ്സിലാക്കിയിട്ടുള്ളത് പരീക്ഷണങ്ങൾ സബ്ർ എന്ന ഇബാദത്തിന് വേണ്ടി സംവിധാനിക്കപ്പെട്ടതാണ് എന്ന ഉൾക്കാഴ്ച അവർക്കുണ്ട്. നമ്മൾ നമ്മുടെ ദർസുകളിൽ പല സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് 2 തരം ഇബാദത്തുകൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് ശുക്ർ, മറ്റൊന്ന് സബ്ർ. അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്തിനാണ്? ശുക്ർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ്. പരീക്ഷണങ്ങൾ നൽകുന്നത് എന്തിനാണ്? സബ്ർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ്. അപ്പോൾ രോഗം തരുന്നത് എന്തിനാണ്? നമ്മളെ രോഗിയാക്കാനല്ല, പിന്നെയോ രോഗാവസ്ഥയിൽ ക്ഷമിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ്. അപ്പോൾ പരീക്ഷണങ്ങളിലെ ഇബാദത്ത് സബ്റാണ്. ഇത് തിരിച്ചറിയുന്ന ഒരു മുവഹിദ് ഏത് കടുത്ത പ്രതിസന്ധികളിലും പാറ പോലെ ഉറച്ചു നിൽക്കും. എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരും നിരീശ്വരവാദികളും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് അവർ തളർന്നു പോകും. ചിലർ ആത്മഹത്യയിൽ അഭയം തേടും. അങ്ങനെ പല നിലക്കുമുള്ള മോശമായ അവസ്ഥകളിലേക്കാണ് അവർ പോകുന്നത്. അത് ഈമാനിൻ്റെ കുറവാണ് എന്ന് മാത്രമല്ല, ഇനി മുസ്ലിമീങ്ങളാണെങ്കിൽ പോലും തൗഹീദിനെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാത്ത ആളുകൾ എന്നും ബേജാറിലും വെപ്രാളത്തിലുമായിരിക്കും. അവർക്ക് എന്തും ഏതും അവർക്ക് വിഷമമാണ്, സങ്കടമാണ്, ഉത്കണ്ഠയാണ്. എന്നാൽ ഉത്കണ്ഠകൾ നീങ്ങുന്നത് തൗഹീദിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമസലു കലിമത്തിനു ഖബീസ, മോശമായ കലിമത്തിൻ്റെ ഉപമ അഥവാ ഷിർക്കടക്കമുള്ള തൗഹീദിന് വിരുദ്ധമായ ആശയങ്ങളുടെ ഉപമ കശജറത്തിൻ ഖബീസ, മോശമായ ഒരു വൃക്ഷം പോലെയാണ്. ഉജുതുസ്സത് മിൻ ഫൗഖിൽ അർദ്, ഭൂമിക്ക് മേലെ നിന്ന് അത് പിഴുതെടുക്കപ്പെടുന്നതാണ്. മാലഹ മിൻ ഖറാർ, അതിന് യാതൊരു ഉറപ്പും ഉണ്ടാവുകയില്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി നേരത്തെ പറഞ്ഞ കലിമത്തുൻ ത്വയ്യിബത്തിൻ്റെ അവസ്ഥ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. യുസബ്ബിത്തുല്ലാഹ്, സബ്ബത യുസബ്ബിതു തസ്ബീതൻ. സബ്ബത്ത എന്ന് പറഞ്ഞാൽ, സബത്ത എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക, സബ്ബത്ത എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് നിർത്തുക. സബ്ബത്ത യുസബ്ബിതു തസ്ബീതൻ. യുസബ്ബിത്തുല്ലാഹ്, അള്ളാഹു ഉറപ്പിച്ച് നിർത്തുന്നു. ആരെ? അല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മുവഹിദുകളെ, തൗഹീദിൻ്റെ ആളുകളെ. എന്തുകൊണ്ട് ഉറപ്പിച്ച് നിർത്തുന്നു? ബിൽ ഖൗലി സാബിത്തി, സ്ഥിരതയുടെ വാക്കുകൊണ്ട്. സ്ഥിരതയുടെ വാക്ക്, ഖൗലു സാബിത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരപ്രതിഷ്ഠയുള്ള വാക്ക്. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഖൗലു സാബിത്താണ്, സ്ഥിരതയുടെ വാക്കാണ്. അതിൻ്റെ ഉടമക്ക് അത് സ്ഥിരത നൽകുന്നു എന്നർത്ഥം. ആ കലിമത്തിൻ്റെ ഉടമ ആരാണോ ആ കലിമത്ത് ചൊല്ലുന്ന ആൾക്ക് അത് സ്ഥിരത നൽകുന്നു. അതിനാണ് ഖൗലു സാബിത്ത് എന്ന് പറയുന്നത്. ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിലും, വഫിൽ ആഖിറ, പരലോകത്തിലും. അപ്പോൾ ഖൗലു സാബിത്ത് കൊണ്ട്, കലിമത്തു തൗഹീദ് കൊണ്ട് അള്ളാഹു വിശ്വാസികളെ ഉറപ്പിച്ച് നിർത്തുന്നതാണ്. എന്നാൽ വയുദില്ലുല്ലാഹു ളാലിമീൻ, വയുദില്ലുല്ലാഹ്, അള്ളാഹു വഴി തെറ്റിക്കുന്നതാണ്. അവല്ല യുദില്ലു ഇദ്ലാലൻ, വഴി തെറ്റിക്കുക. വയുദില്ലുല്ലാഹ്, അള്ളാഹു വഴി തെറ്റിക്കും. ആരെ? അല്ലാലിമീന, ലാലിമുകളെ, ളുൽമിൻ്റെ ആളുകളെ, അക്രമികളെ. വയഫ്അലുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. ഫഅല യഫ്അലു ഫിഅലൻ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. വയഫ്അലുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. ഈ ആയത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവമേറിയ ചില വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യുസബ്ബിത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് നിർത്തുന്നു. അപ്പോൾ തസ്ബീത്ത്,
നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ച് നിർത്തേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നമുക്ക് സ്വന്തമായി അതിന് കഴിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം, അള്ളാഹുവിൻ്റെ സഹായം വേണം. ആരെയും ഉറപ്പിച്ച് നിർത്തുന്നതും ആരെയും തളർത്തുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഉറപ്പിച്ച് നിർത്തുന്നവൻ. മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് നിർത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ധൈര്യം നൽകുന്നത്, നമുക്ക് സ്ഥൈര്യം നൽകുന്നത്, നമ്മെ ഉറപ്പിച്ച് നിർത്തുന്നതൊക്കെ നമ്മുടെ റബ്ബായ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മറന്നുകൊണ്ട്, അവൻ്റെ സഹായത്തെ മറന്നുകൊണ്ട്, അവൻ്റെ തൗഫീഖിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല. അണുമണി തൂക്കം പോലും കിബർ, അഹങ്കാരം നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. എനിക്ക് ഞാൻ മതി എന്ന ചിന്തയും നമുക്ക് വരാൻ പാടില്ല. അള്ളാഹുവാണ് നമ്മെ ഉറപ്പിച്ച് നിർത്തുന്നത് ഈ ലോകത്തും പരലോകത്തും. പടച്ച റബ്ബിൻ്റെ സഹായമില്ലാതെ അത് സാധ്യമല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, അള്ളാഹു എല്ലാറ്റിനും ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഖദറിൽപ്പെട്ടതാണ് തൻ്റെ അടിമകളെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തും. എങ്ങനെ? അതിനുള്ള വജ്ഹ് എന്താണ്? അതിനുള്ള കാരണം എന്താണ്? യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ, അവർ സത്യവിശ്വാസം സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് അതാണ് അതിൻ്റെ സബബ്. ഈമാൻ സ്വീകരിച്ചു. നാം സൂചിപ്പിച്ചിട്ടുണ്ട്, ഖുർആനിലും ഹദീസിലും ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. ഷിർക്കില്ലാത്ത കറകളഞ്ഞ തൗഹീദാണ് ഈമാൻ കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അല്ലദീന യുവഹിദൂനല്ലാഹ തബാറക വ തആല, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന ആളുകൾ, തൗഹീദിൻ്റെ ആളുകളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നു, ബിഖദ്രിൽ ഈമാൻ, ഈമാനിൻ്റെ ഖദർ അനുസരിച്ചാണ് തസ്ബീത്ത് ഉണ്ടാകുന്നത്. ചെറിയ ഈമാനാണോ അതിനനുസരിച്ചുള്ള തസ്ബീത്താണ് ഉണ്ടാവുക. ഉയർന്ന നിലക്കുള്ള ഈമാനാണോ എങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തൻ്റേടമുണ്ടാകും. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിലിരിക്കുമ്പോൾ ശത്രുക്കളെ, അവിടെ ഇരുന്നാൽ ശത്രുക്കളുടെ കാലിൻ്റെ ഭാഗം കാണാൻ കഴിയും. അങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ, കാല് കാണാം. അപ്പോഴും പതറുന്നില്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ഒരു സങ്കടവും വേണ്ട, അള്ളാഹു കൂടെ ഉണ്ടെന്നാണ്. അത് ഈമാനിൻ്റെ ശക്തിയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിൻ്റെ തീരത്ത് നിന്ന് പറഞ്ഞ എന്താണ്? ഖാല കല്ല ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അള്ളാഹു എനിക്കൊരു വഴി കാണിച്ചു തരും. പിറകിൽ സൈന്യമുണ്ട്, മുന്നിൽ ചെങ്കടലാണ്, ഒരു തോണിയോ കപ്പലോ ഒന്നും അവിടെ അല്ല. എന്നാലും പറയാണ്, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, എനിക്കൊരു വഴി അള്ളാഹു കാണിച്ചു തരും. അതാണ് തസ്ബീത്ത്. അപ്പോൾ എത്രമാത്രം ഈമാൻ ശക്തമാകുന്നുണ്ടോ അത്രമാത്രം ധൈര്യവും തൻ്റെടവും തസ്ബീത്തും ഉണ്ടാകും. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തുന്നു, തൗഹീദിൻ്റെ ആളുകളെ. ആ ഉറപ്പിച്ച് നിർത്തുന്നത് പോലും എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അള്ളാഹു ഒന്നുകൂടി വ്യക്തമാക്കി തരികയാണ്. ബിൽ ഖൗലി സാബിതി, ഖൗലു സാബിത്ത് കൊണ്ട്, സ്ഥിരതയുടെ ദൃഢതയുടെ വാക്കുകൊണ്ട്. ഇതിന് രണ്ട് തഫ്സീറുണ്ട്. ഒന്നാമത്തെ തഫ്സീർ, ഖൗലു സാബിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. അതിൽ സംശയം വേണ്ടതില്ല. ലാ ശക്ക ഫീ, അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. കാരണം അത് തൻ്റെ ഇടത്തിൻ്റെ വാക്കാണ്. എന്നാൽ ഒരു ബഹുദൈവാരാധകനോട് നിൻ്റെ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിക്കണം. ഇന്നാളാണോ? ഇന്ന നാട്ടിലെ ദൈവമാണോ? ഏത് നാട്ടിലെ ദൈവമാണ്? ഏത് പ്രദേശത്തിൻ്റെ ദൈവമാണ്? ഏത് ഗോത്രത്തിൻ്റെ ദേവനാണ്? ഏത് തറവാടിൻ്റെ ദേവിയാണ്? ആരാണ് എനിക്ക് കൂടുതൽ സഹായിക്കുന്നത്? അറിയില്ല. എന്നാൽ ഒരു മുസ്ലിമിനോട് ചോദിക്കൂ, നിങ്ങളുടെ റബ്ബാരാണ്? ഫിർഔൻ ചോദിച്ചില്ലേ, ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ? ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ക്ലിയർ കട്ട് ആൻസറാണ്. എവിടെയും ഒരു പരുങ്ങലില്ല, മറിച്ച് വളരെ കൃത്യമായ ഉത്തരമാണ്.
അപ്പോൾ തൗഹീദിൻ്റെ ആളുകൾക്ക് ക്ലിയറായ ഒരു ഉത്തരമുണ്ട്, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അതാണ് ഖൗലു സാബിത്ത്. അതിന് സ്ഥിരതയുണ്ട്, അത് നമുക്ക് സ്ഥിരത നൽകുകയും ചെയ്യും. രണ്ടാമത്തെ തഫ്സീർ, യഖീനോടുകൂടി ഇസ്ലാമിൻ്റെ ഈമാൻ കാര്യങ്ങളെ തുറന്ന് പറയുന്ന അവസ്ഥയാണ്. എവിടെ? ഫിൽ ബർസഖ്, ഖബറിൽ വെച്ച് 3 ചോദ്യങ്ങളാണ്. അതാണ് അധിക റിവായത്തുകളിലും വന്നിട്ടുള്ളത്. ഒരൊറ്റ റിവായത്തിൽ മാത്രം ഖുർആനിനെ കുറിച്ചുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. എങ്കിലും മഹ്ഫൂളായ നിലക്ക് അധിക റിവായത്തുകളിലുമുള്ളത് 3 ചോദ്യങ്ങൾ മാത്രമാണ് ഖബറിലുള്ളത്. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ മഹ്ശറിലുണ്ടാകും. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വിജയിച്ചു എന്നതിൻ്റെ അടയാളമാണ്. എന്താണ് ചോദ്യം? മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? വമാ ദീനുക, നിന്റെ മതം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചിട്ട് ചോദിക്കും, ഇതാരാണ്? അപ്പം നബിയെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച്, റബ്ബിനെക്കുറിച്ച് 3 ചോദ്യം. ഈ ചോദ്യത്തിന് യഥാർത്ഥ വിശ്വാസികൾ, പഠിച്ച വിശ്വാസികൾ, കേട്ടുകേൾവിയല്ല, എവിടുന്നോ എന്തോ ആരോ പറയുന്നത് കേട്ടു അല്ല, അങ്ങനെയല്ല, ശരിക്ക് ഖുർആൻ ഓതി പഠിച്ച ആളുകൾ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ മതം ഇസ്ലാമാണ്, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതാണ് ഖൗലു സാബിത്ത്, പതറാതെ മറുപടി പറയുന്ന. അതുകൊണ്ടാണ് ഈ ആയത്ത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം തിർമിദി തുടങ്ങിയ ധാരാളക്കണക്കിന് മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ അവരുടെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്ന വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ ബർസഖിലെ ചോദ്യങ്ങളെക്കുറിച്ചുള്ള റിവായത്തുകൾ കാണാം. ആ റിവായത്തുകളിലെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയ ആയത്ത് ഈ ആയത്താണ്. അതുകൊണ്ടാണ് മുഫസ്സിരിങ്ങളും മുഹദ്ദിസുകളുമൊക്കെ പറയുന്നത് ഖൗലു സാബിത്ത് കൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞത് ബർസഖിലെ ചോദ്യത്തിൻ്റെ സന്ദർഭത്തിലാണ്. അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കണം എന്നാണ്. അത് ഏത് സീഗയിലും ഏത് വാക്കുകളിലും നമുക്കത് ചോദിക്കാം. പക്ഷേ തസ്ബീത്തിനെ ചോദിക്കുന്ന ആശയം അവിടെ ഉണ്ടായാൽ മതി. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അള്ളാഹുവെ മലക്കുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് തസ്ബീത്ത് നൽകണേ എന്ന് നമ്മൾ ദുആ ചെയ്യാനുള്ള കാരണം, നമ്മുടെ കാലടി ശബ്ദം ഖബറിലുള്ള ആളുകൾ കേൾക്കുന്നതാണ്, നമ്മൾ മടങ്ങിപ്പോകുന്ന. അപ്പോഴേക്ക് അവരെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിയിട്ടുണ്ടാകുന്നതാണ്. ഖബറിൽ എഴുന്നേറ്റ് ഇരിക്കുകയാണ് അവർ. നമ്മൾ സ്ലേവൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്, പക്ഷെ അത് മറ്റൊരു ലോകമാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അങ്ങനെ എഴുന്നേൽപ്പിച്ച് അവരോട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തസ്ബീത്തിനെ ചോദിക്കണം എന്നാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ പതറാതെ മറുപടി പറയണമെങ്കിൽ യഖീൻ ഉണ്ടാവണം എന്നാണ്. അഥവാ അള്ളാഹുവിനെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച് വ്യക്തമായ ധാരണ. നമുക്കൊരു അള്ളാഹ് ഉണ്ട് എന്നുള്ള ധാരണയല്ല, അത് അബൂജഹലിനുണ്ടായിരുന്നു. അതാണ് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വ്യക്തമാക്കുന്നുണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന്. അപ്പോൾ എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് ശുദ്ധ മുവഹിദിനല്ലാതെ പറയാൻ കഴിയില്ല എന്നാണ്. അബൂജഹലിന് പറയാൻ കഴിയില്ല. ഭൂമിയിൽ വെച്ച് അബൂജഹൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവാണെന്ന്, പക്ഷെ ഖബറിൽ വെച്ച് അബൂജഹലിന് പറയാൻ കഴിയില്ല. ഭൂമിയിൽ പറഞ്ഞു, ഖബറിൽ വെച്ച് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എനിക്കൊരു റബ്ബുണ്ട്, ആ റബ്ബ് അള്ളാഹുവാണെന്ന കേവല ധാരണ പോരാ. പിന്നെയോ ആ റബ്ബിന് അവകാശപ്പെട്ട അവൻ്റെ റുബൂബിയത്തിലും അവൻ്റെ ഉലൂഹിയത്തിലും അവൻ്റെ അസ്മായിലും സിഫാത്തിലും അവനെ ഏകപ്പെടുത്തുകയും അതിന് വിപരീതമായ പ്രവർത്തനങ്ങളൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കോളത്തിൽ മതം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ് എന്ന് എഴുതാനുള്ള ഒരു കേവല അറിവ് പോരാ. പിന്നെ എന്താണ് എൻ്റെ മതം, എന്താണ് ഇസ്ലാം, അതിൻ്റെ വിശ്വാസകാര്യങ്ങൾ എന്താണ്, അതിൻ്റെ കർമ്മകാര്യങ്ങൾ എന്താണ്, ഒരു മുസ്ലിമായ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവന് മാത്രമേ എൻ്റെ മതം ഇസ്ലാമാണെന്ന് പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ദാന യുദാനു എന്നുള്ള ആ വേർഡുകളൊക്കെ, ദീൻ എന്ന വേർഡ് സത്യത്തിൽ വന്നിട്ടുള്ളത് ഇസ്ലാം, അതല്ലെങ്കിൽ സമർപ്പണം, അനുസരണം എന്ന അർത്ഥത്തിൽ നിന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം കീഴൊതുങ്ങി അനുസരിക്കുക എന്നാണ്.
അതുകൊണ്ടാണ് താഴ്ന്നു നിൽക്കുന്നതിന് ദുനിയ എന്ന് പറയാൻ കാരണം. അദ്ദുനിയ ധനായദുനു, ദുനിയാവ് താഴ്ന്നു നിൽക്കുന്നത്, അഥവാ തവാളു. ഇസ്ലാം സമർപ്പണം, അനുസരണം, താഅ, അതിനാണ് മതം എന്ന് പറയുന്നത്. എൻ്റെ മതം ഇസ്ലാമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവനാണ്. അങ്ങനെ ജീവിച്ചവനെ ഇത് പറയാൻ പറ്റുള്ളൂ. കേവലം മുസ്ലിം പേരുകളുള്ളത് കൊണ്ട് അത് പറയാൻ കഴിയില്ല എന്നർത്ഥം. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞങ്ങളുടെ പ്രവാചകൻ എന്ന് പറയണമെങ്കിൽ എന്താണ് പ്രവാചകൻ്റെ പ്രത്യേകത? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു റസൂലിനെയും അയക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി റസൂലാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ്റെ ചര്യകളെ പിൻപറ്റുന്ന ആളുകൾക്ക് ഇതെൻ്റെ നബിയാണെന്ന് പറയാൻ കഴിയുള്ളൂ. അതാണ് ഖൗലു സാബിത്ത്. ഉടനെ മലക്കുകളുടെ ചോദ്യമുണ്ട് സ്വഹീഹായ റിവായത്തുകളിൽ. ഇതെങ്ങനെ മനസ്സിലാക്കി? ഇത്ര കൃത്യമാണ് ഉത്തരം, പതറാതെ ഉത്തരം പറഞ്ഞു. എവിടെ നിന്നാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയതെന്ന ചോദ്യം ഉണ്ടാകും. അതിനാ വ്യക്തിയുടെ മറുപടി ഖറഅത്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ ഓതി മനസ്സിലാക്കിയതാണ്. നമ്മുടെ ആദ്യ പ്രമാണം അത് പരിശുദ്ധ ഖുർആനാണ്. ഖറഅത്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ ഓതി മനസ്സിലാക്കി, അങ്ങനെയാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചത്. ആ സമയത്ത് മലക്കുകൾ തിരിച്ചു പറയുന്നുണ്ട്, അലൽ യഖീനി കുൻത, നീ യഖീനിലായിരുന്നു. കാരണം ഖുർആൻ പഠിച്ച ആൾക്ക് നമ്മുടെ അഖീദ എന്താണ് എന്ന് സംശയം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കരുത് എന്ന് പൗരോഹിത്യം പറയാനുള്ള കാരണം? ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഈ പറയുന്നതല്ല, അവർ പ്രചരിപ്പിക്കുന്നതുമല്ല തൗഹീദ് എന്ന് സാധാരണക്കാരനായ ഒരാൾക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഖുർആൻ പഠിക്കുന്നതിന് അവർ ഭയപ്പെടുന്നു. കാരണം ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ യഖീനായിത്തീരും. കാരണം വലം യജ്അൽ ലഹു ഇവജൻ ഖയ്യിമ, ഖുർആനിൽ എവിടെയും വക്രതയില്ല, നേർക്ക് നേരെയുള്ള ഗ്രന്ഥമാണ്. അതിൻ്റെ ആദർശം വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഖുർആൻ പഠിച്ചു, വഅലിംതുഹു, ഞാൻ ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്തു എന്നാണ്. ഖറഅത്തുൽ ഖുർആന വഅലിംതുഹു, ഞാൻ ഖുർആൻ ഓതി പഠിച്ചപ്പോൾ എനിക്ക് എൻ്റെ ആദർശം മനസ്സിലായി. ഇത് ഖുർആൻ പഠനത്തിൻ്റെ പ്രത്യേകതയാണ്. ഖബറിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റണോ? ഖുർആനിൻ്റെ പഠിതാക്കളാകണം, ഖുർആൻ പഠിക്കുന്നവരാകണം. അവർക്ക് ഖൗലു സാബിത്ത് കൊണ്ട് അള്ളാഹു അവരെ പിടിച്ചു നിർത്തും. ആ ഖൗലു സാബിത്ത് ഇതാണ്, റബ്ബി അല്ലാഹ് വദീനി അൽ ഇസ്ലാം, അതേപോലെ തന്നെ ഹുവ റസൂലുള്ളാഹ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഖൗലു സാബിത്ത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിലും അള്ളാഹു അവർക്കാണ് ആധിപത്യം നൽകുന്നത്, അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടാകുന്നത്. അവർ പതറാതെ നിലകൊള്ളുന്നവരാണ്, അവർ തൻ്റേടികളാണ്. ഏത് കടുത്ത പരീക്ഷണങ്ങളിലും അവർ ധൈര്യശാലികളായിരിക്കും. ശത്രുക്കൾ മുഴുവനും അവരെ വളഞ്ഞാൽ പോലും അവർ സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ച് സന്തോഷവാന്മാരായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ, തസ്ബീത്തിൻ്റെ ആളുകൾ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ, ഈ ചോദ്യം ചോദിക്കുന്ന മലക്കുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലിയ ഒരു ഇരുമ്പിൻ്റെ ദണ്ട് കയ്യിൽ പിടിച്ചിട്ടാണ് ചോദ്യം എന്നാണ്. എന്തിനാണത്? പേടിച്ചാൽ പതറിപ്പോകും. പ്രത്യേകിച്ചും കൃത്യമായി പഠിക്കാത്തവൻ ശക്കിലായി പോകും. നന്നായി പഠിച്ച് ഹോംവർക്ക് ചെയ്ത ആളോട് തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ഒറ്റ ഉത്തരാണ് ഉണ്ടാവുക. കാരണം നന്നായി ഹോംവർക്ക് ചെയ്ത ആൾക്ക് എങ്ങനെ ചോദിച്ചാൽ ഒറ്റ ഉത്തരാണ് ഉണ്ടാവുക. ഏത് ഭീതിജനകമായ അവസ്ഥയിലും ആ ഉത്തരം പറയാൻ കഴിയുകയും ചെയ്യും, റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനൊരു വഈഫായ ഒരു വ്യക്തിയാണ്, ശരീരം കൊണ്ട് ദുർബലയാണ്. ഒരു മലക്ക്, മുൻകർ നക്കീർ മലക്കുകൾ ഇരുമ്പിൻ്റെ ദണ്ടുമായി ചോദിച്ചാൽ പതറിപ്പോവില്ലേ നബിയെ? എങ്ങനെയാണ് ഉത്തരം പറയാൻ പറ്റുക? ആ സമയത്ത് ഞങ്ങൾ പതറിപ്പോവുകയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്നുണ്ട്. അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഈ ആയത്താണ്, ഒരു പേടിയും വേണ്ട. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ബർസഖിലും മഹ്ശറിലും ഇതേപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അള്ളാഹു തസ്ബീത്ത് നൽകും. ഒരു വിശ്വാസിയുടെ ശക്തി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മസിലല്ല. ശരീരം ദുർബലമായിക്കോട്ടെ, മെലിഞ്ഞതായിക്കോട്ടെ, വിശ്വാസിയുടെ ശക്തി ആദർശത്തിൻ്റെ ശക്തിയാണ്, പ്രമാണങ്ങളുടെ ശക്തിയാണ്. അതിനാണ് ഖുവ്വത്തുള്ളത്.
അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൊണ്ട് ഉറപ്പിച്ചു നിർത്തും. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. എന്നാൽ അടുത്തത് നോക്കൂ നിങ്ങൾ, വയുദില്ലുല്ലാഹു ളാലിമീൻ, ളാലിമീങ്ങളെ അള്ളാഹു തെറ്റിച്ച് കളയുന്നതാണ്, പറയാൻ കഴിയില്ല. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. അബൂജഹലിനോട് ഭൂമിയിൽ വെച്ച് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് പറയും. വമൻ യുദബ്ബിറുൽ അംറ, മുദബ്ബിറുൽ ആലം ആരാണ്, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണ്, ഫസയഖൂലൂനല്ലാഹ്, അവർ പറയും അള്ളാഹുവാണ് എന്ന്. എന്നാൽ അതേ അവർക്ക് ഖബറിൽ വെച്ച് റബ്ബ് അള്ളാഹുവാണെന്ന് പറയാൻ പറ്റൂല. കാരണം എന്താണ്? വയുദില്ലുല്ലാഹു ളാലിമീൻ, ളാലിമീങ്ങൾ അള്ളാഹു തെറ്റിച്ചുകളെ, ഉത്തരം പറയാൻ പറ്റൂല, അറിഞ്ഞാൽ പോലും പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? കാരണം അവർ തൗഹീദ് അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇവിടെ വയുദില്ലുല്ലാഹുൽ കാഫിരീന എന്ന് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? വയുദില്ലുല്ലാഹു ളാലിമീന, ളാലിമീങ്ങളെ തെറ്റിക്കും. എന്താ വേർഡ് ഉപയോഗിക്കാൻ കാരണം? ഇന്ന ശിർക ലളുൽമുൻ അദീം, ശിർക്ക് ഏറ്റവും വലിയ ളുൽമാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കൽ അങ്ങേയറ്റത്തെ അക്രമമാണ്. ആ അക്രമികളാണവർ. വെക്കേണ്ടതിനെ വെക്കേണ്ടടുത്ത് വെക്കാത്ത ആളുകൾക്കാണ് ളാലിം എന്ന് പറയാം. വളുഉ ശൈഇ ഫീ ഗൈരി മൗളിഇ, അതാണ് ളുൽമ്. ഒന്നിനെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കലാണ് ളുൽമ്. എങ്കിൽ ആരാധനകളെ വെക്കേണ്ടടത്ത് വെച്ചില്ല, വെക്കാൻ പാടില്ലാത്തിടത്തും കൊണ്ടുപോയി ഇബാദത്ത് ചെയ്തു, അതാണ് ളുൽമ്. ഉലൂഹിയത്ത് അള്ളാഹു അല്ലാത്തവർക്കും വകവെച്ചു കൊടുത്തു, അതാണ് ളുൽമ്. അതുകൊണ്ട് ശിർക്കിൻ്റെ ആളുകളെ ഈ ഉത്തരം പറയാൻ അള്ളാഹു സമ്മതിക്കൂല. അബൂജഹൽ ബദർ യുദ്ധത്തിന് പോകുമ്പോൾ, ഇതിന് ശേഷം അബൂജഹലിനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ബദർ യുദ്ധത്തിന് പോകുമ്പോൾ അബൂജഹൽ അള്ളാഹുവിനെ വിളിച്ചാ ദുആ ചെയ്തത്, അള്ളാഹുവേ ഈ രണ്ട് കക്ഷികളിൽ സത്യത്തിൻ്റെ പക്ഷത്തെ നീ വിജയിപ്പിക്കണേ. ആരോടാ പറയുന്നത്? അള്ളാഹുവിനോട്. സ്വഹീഹായ ഹദീസിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനെയാണ് അബൂജഹൽ വിളിച്ചത്. അതേ അബൂജഹൽ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് ഖബറിൽ പോയാൽ എൻ്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാൻ പറ്റൂല. കാരണം വയുദില്ലുല്ലാഹു ളാലിമീൻ, ളാലിമീങ്ങൾ അള്ളാഹു തെറ്റിച്ച് കളയും. തൗഫീഖ് ഇല്ലാത്തവർക്ക് ഒരു രക്ഷയുണ്ടാവില്ല. വയഫ്അലുല്ലാഹു മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. അതിലാർക്കും സംശയം വേണ്ട. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കാർക്കും ഒന്നും ഉദ്ദേശിച്ച് നടപ്പിൽ വരുത്താൻ പറ്റില്ല. അള്ളാഹുവിൻ്റെതാണ് മശീയത്ത്, അതാണ്, അത് ഖദറിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ മശീയത്താണ് പ്രപഞ്ചത്തിൽ. ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെതാണ്, അവൻ്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് തസ്ബീത്ത് നൽകുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമാണ്. ലാലിമീങ്ങൾക്ക് തെറ്റിപ്പോകുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശപ്രകാരമാണ്. പക്ഷേ ലാലിമിന് തെറ്റാൻ കാരണം അവൻ ലാലിമായിരുന്നു എന്നതുകൊണ്ടാണ്. വിശ്വാസികൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ കാരണം അവർ തൗഹീദിൻ്റെ ആളുകളായിരുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തൗഹീദ് സ്വീകരിക്കുക. അള്ളാഹു അതിനാണ് നമ്മളെ സൃഷ്ടിച്ചത്. അള്ളാഹു നിശ്ചയിച്ച സബബുകളെ നമ്മൾ സമീപിച്ചാൽ റഹ്മാനായ റബ്ബിൻ്റെ അടുത്തു നിന്നുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കും. അള്ളാഹു പറഞ്ഞതിനെ നമ്മൾ തെറ്റിച്ചാലോ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും. അതിൽപ്പെട്ടതാണ് വയഫ്അലുല്ലാഹു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നു. ളാലിമീങ്ങൾ അള്ളാഹു തെറ്റിച്ച് കളയുന്നു. ഇല്ലായിരുന്നെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർക്കും മറുപടി പറയാൻ പറ്റുമായിരുന്നു. അവരെയും അള്ളാഹു ഉറപ്പിച്ച് നിർത്തുമായിരുന്നു. എന്തുകൊണ്ട് റബ്ബത് ചെയ്തില്ല? കാരണം അവർ ളാലിമുകളാണ്. വലാ യുദ്ലമൂന നഖീറ, അണുമണിത്തൂക്കം അനീതി ഒരാളോടും കാണിക്കപ്പെടുകയില്ല. നിങ്ങൾക്കെന്തു വന്ന് ഭവിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ ചെയ്തികൾ കാരണമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദിൻ്റെ ആളുകളാവുക. നിരന്തരം തൗഹീദ് അഖീദ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഒരു രംഗത്തും പതറിപ്പോകുവാൻ പാടില്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, എത്ര കടുത്ത പരീക്ഷണങ്ങളിലും വിശ്വാസിയെ രക്ഷപ്പെടുത്തുന്നത് തൗഹീദാണ്. തൗഹീദ് അചഞ്ചലമായൊരു രക്ഷാകവചമാണ്. അതുകൊണ്ടാണ് ദുആ ഉൽ കർബ്, ഒരാൾ ബുദ്ധിമുട്ടിലകപ്പെട്ടാൽ നടത്തേണ്ടുന്ന ദുആ എന്താണ്? ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്
റബ്ബുസ്സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ്. ബുദ്ധിമുട്ടിലകപ്പെട്ടാൽ അള്ളാഹുവേ എന്നതിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള വാക്കല്ല. പിന്നെന്താ പഠിപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഏത് ബുദ്ധിമുട്ടുള്ള സമയത്തും ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ചാൽ അള്ളാഹു അതിൽ നിന്ന് ഒരു ആശ്വാസം നൽകുന്നതാണ്. തൗഹീദ് കൊണ്ടാണ് ഖുർബാത്തുകൾ, ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകുന്നത് തൗഹീദ് കൊണ്ടാണ്. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? കലിമത്തുൻ ത്വയ്യിബത്ത് പറഞ്ഞതാ. എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാൻ ളാലിമുകളിൽ പെട്ടുപോയി റബ്ബേ, എനിക്കൊരു തെറ്റ് പറ്റി റബ്ബേ, അതുകൊണ്ട് നീയല്ലാതെ ആരാധ്യനില്ല, നീ പരിശുദ്ധനാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ തസ്ബീഹായിരുന്നു എന്നാണ്. അള്ളാഹു ആ തസ്ബീഹ്, ആ ദിക്ർ സ്വീകരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ദിക്ർ സ്വീകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. തൗഹീദ് കൊണ്ടാണ് ആഴക്കടലിൽ നിന്ന് പോലും നമുക്ക് കരയിലെത്താൻ പറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ട്. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരികയും മുന്നിൽ ശത്രുക്കളെ കാണുകയും ചെയ്താൽ പറയണം, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി അഹദ. അല്ലാഹു അല്ലാഹുവാണെൻ്റെ റബ്ബ്, ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കില്ല എന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. തൗഹീദ് പോലെ തസ്ബീത്ത് ലഭിക്കുന്ന മറ്റൊന്നില്ല. ഈമാൻ പോലെ തസ്ബീത്ത് ലഭിക്കുന്ന മറ്റൊന്നില്ല. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് തൗഹീദ് പഠിക്കട്ടെ. എന്താണ് പാദങ്ങൾ ഇടറിപ്പോകുന്നത്? എന്താണ് ഹൃദയങ്ങൾ പതറിപ്പോകുന്നത്? എന്താണ് പേടി, ഭയം? അതിനുള്ള കാരണം തൗഹീദ് പഠിക്കാഞ്ഞിട്ടാണ്. മറ്റൊരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ സാമൂഹിക നിരീക്ഷകന്മാർക്കോ അവരുടെ വാദോരാതെയുള്ള സംസാരങ്ങൾക്കോ നമുക്ക് തസ്ബീത്ത് നൽകാൻ കഴിയില്ല. നമുക്ക് തസ്ബീത്ത് നൽകുന്നത് തൗഹീദാണ്. നമുക്ക് തസ്ബീത്ത് നൽകുന്നത് സുന്നത്താണ്, അറിവാണ്, വിജ്ഞാനമാണ്. നിരന്തരമായി ഖുർആനിനെ മുറുകെ പിടിക്കുകയും ഖുർആനിലൂടെ സഞ്ചരിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും എന്താ പറഞ്ഞത്? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ. ഐഹിക ജീവിതത്തിലും ആഖിറത്തിലും അള്ളാഹു തസ്ബീത്ത് നൽകണമെങ്കിൽ ഖൗലു സാബിത്ത് വേണം. ഇതില്ലാതെ ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്തത് കൊണ്ടോ, കുറേ ആളുകളെ വിളിച്ചു കൂട്ടിയത് കൊണ്ടോ, കുറേ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. തസ്ബീത്ത് വേണോ? തൗഹീദ് വേണം. അത് പ്രചരിപ്പിക്കപ്പെടണം എന്ന വലിയ ആശയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെക്കുറിച്ച് പറയുകയാണ്. അലം തറ, നബിയെ കണ്ടില്ലേ? നബിയെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? കാണുന്നില്ലേ? എല്ലാവരോടുമുള്ള ചോദ്യമാണത്. അലം തറ, ആരെ കാണുന്നില്ലേ? അല്ലെങ്കിൽ ആരിലേക്ക് നോക്കുന്നില്ലേ? ഇലല്ലദീന, ഒരു കൂട്ടരിലേക്ക്, ബദ്ദലൂ നിഅമത്തല്ലാഹി കുഫ്റാ. ബദ്ദല യുബദ്ദിലു തബ്ദീല. ബദ്ദല എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക. ബദ്ദലു, അവർ പകരം ചെയ്തു, ബദല് ചെയ്തു. നിഅമത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പകരം ചെയ്തത് എന്താണ്? കുഫ്റൻ, നന്ദികേട്, ശിർക്ക്, അവിശ്വാസം. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകി, പകരം എന്താണ് അടിമകൾ തിരിച്ചു കൊടുക്കുന്നത്? നന്ദികേട്, അവിശ്വാസം, ളുൽമ്. വ അഹല്ലു ഖൗമഹും, സ്വന്തം ജനതക്ക് ഹലാലാക്കി കൊടുത്തു. അഹല്ല യുഹില്ലു ഇഹ്ലാലൻ, സ്വന്തം ജനതക്ക് വന്ന് ഭവിക്കുവാൻ അവരെ വിട്ടേച്ചു. വ അഹല്ലു ഖൗമഹും ഐ അൻസലു ഖൗമഹും, അവരുടെ സമൂഹത്തെ കൊണ്ടുചെന്നിറക്കി. എവിടെ? ദാറൽ ബവാർ, നാശത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എത്തിച്ചു. ഒരു ജനതയെ കണ്ടില്ല നബിയെ? ആ ജനതയുടെ നേതാക്കന്മാർ, സാദാത്തുക്കൾ എന്താ ചെയ്തത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരം കുഫർ, തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന സമൂഹത്തെ കൊണ്ടുപോയി നാശത്തിൻ്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി. ദാറുൽ ബവാർ എന്ന് പറഞ്ഞാൽ ബാറ യബൂറു ബൗറൻ വ ബവാറ. ബാറ എന്ന് പറഞ്ഞാൽ ഹലക വ ഫസദ വ കസദ, നശിച്ചു പോകുന്നതിനാണ് ആ വേർഡ് ഉപയോഗിക്കുന്നത്. ബവാർ എന്ന് പറഞ്ഞാൽ നാശം, നശിച്ചു പോകൽ. ദാറുൽ ബവാർ, നാശത്തിൻ്റെ സ്ഥലം, വീട്. അതേതാണത്? ജഹന്നമ, നരകമാണത്.
യസ്ലൗനഹ സലിയ യസ്ല സലിയൻ, അവരതിൽ കിടന്ന് കത്തിയെരിയുന്നതാണ്. കത്തിച്ചാമ്പലാവുന്നതിനാണ് സലിയ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. ജഹന്നമ യസ്ലൗനഹ വബിഇസൽ ഖറാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, അതെത്ര മോശമായ സങ്കേതമാണ്. ഖറാർ എന്ന് പറഞ്ഞാൽ സങ്കേതം. വബിഇസൽ ഖറാർ, എത്ര മോശമായ സങ്കേതമാണ് നരകം. ആ നരകത്തിലേക്ക് തങ്ങളുടെ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിച്ച ആളുകളെ കണ്ടില്ലേ? ഇതിൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ ഇതിലുണ്ട്. അതിൽ ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ നിഅമത്തുകളോട് സൃഷ്ടികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. രണ്ടാമത്തത് തങ്ങളുടെ സമുദായത്തോട്, ഉമ്മത്തിനോട്, സമൂഹത്തോട്, തങ്ങളെ പിന്തുടരുന്ന അനുയായികളോട് സ്നേഹമില്ലാതെ അവരെ നാശത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്ന മോശക്കാരായ നേതാക്കളെക്കുറിച്ചാണ്. ഈ ആയത്തിൻ്റെ പശ്ചാത്തലം പറയുന്നിടത്ത് ഒട്ടുമിക്ക മുഫസ്സിരിങ്ങളും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്നത് ഇവിടെ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് ഖുറൈശികളെയാണ്. ബനൂ ഉമയ്യ ഗോത്രം, ബനൂ മഖ്സൂം ഗോത്രം, ബനുൽ മുഗീറ ഗോത്രം, ഈ ഗോത്രങ്ങളെയാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിയായ അഭിപ്രായം അത് ഖുറൈശികളെ ഉദ്ദേശിച്ചാണ്, മൊത്തം ആളുകളെ ഉദ്ദേശിച്ചാണ്. അവർ കൊണ്ടുചെന്ന് സമൂഹത്തെ നാശത്തിലേക്ക് ഇട്ടത് ബദറിൻ്റെ ദിവസവുമാണ്. ദാറുൽ ബവാർ, ബദറിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു കൊടുത്തു. അവരെ ആവേശത്തോടു കൂടി കൊണ്ടുവന്നു. അബൂജഹലായിരുന്നു നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത് അബൂജഹൽ അടക്കമുള്ള, അബൂജഹലിനെ പോലുള്ള നേതാക്കളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അത്തരം നേതാക്കളൊന്നും ഉണ്ടാകും, സമൂഹത്തെ തിന്മയിലേക്ക് ക്ഷണിക്കും, നാശത്തിലേക്കാണ് അവരെ വിളിച്ചു കൊണ്ടുപോകുന്നത്, നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഷിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു ഉത്തരവാദിത്വവും സമൂഹത്തോടില്ലാത്ത, ഒരു ഗുണകാംക്ഷയും സമൂഹത്തോടില്ലാത്ത, ലഭിക്കുന്ന അവസരങ്ങളെ തൗഹീദ് പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്താത്ത, ഇസ്ലാമിനെയോ റബ്ബിനെയോ അള്ളാഹുവിനെയോ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്താത്ത, സ്വന്തത്തെ മാത്രം, സ്വന്തത്തിൻ്റെ പിഴച്ച ആദർശങ്ങളെ മാത്രം എല്ലാം ജനങ്ങളെ പഠിപ്പിച്ചിട്ട് അത്തരം തിന്മകളിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്ന് അനുയായികളാക്കി കൂടെ കൂട്ടിയിട്ട് നാശത്തിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമതല്ലാഹി കുഫറാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അവർ അതിന് പകരം നൽകിയത് നന്ദികേട് കൊണ്ടാണ്. ഏതാണ് ഈ നിഅമത്ത്? ഉലമാക്കൾ പറഞ്ഞു, ഒരു സംശയവും വേണ്ടതില്ല, തൗഹീദ് പഠിപ്പിക്കുന്ന പ്രവാചകനും വേദഗ്രന്ഥവുമാണ് ആ നിഅമത്ത്. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിലൊക്കെ പറയുന്നത് തൗഹീദിനെ കുറിച്ചാണ്, കലിമത്തുൻ ത്വയ്യിബത്തിനെ കുറിച്ചാണ്, ഖൗലുസാബിത്തിനെ കുറിച്ചാണ്. ഈ ഖൗലുസാബിത്താണ് ഏറ്റവും വലിയ നിഅമത്ത്. അതിങ്ങനെ തലനാരിയ കീറിയിട്ട് ഇന്നതൊക്കെ ശിർക്കാണ്, ഇന്നതൊക്കെ തൗഹീദാണെന്ന് പഠിപ്പിക്കാൻ ഒരു വേദഗ്രന്ഥവും അത് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു പ്രവാചകനും ലഭിക്കുക എന്നതിനേക്കാൾ വലിയ നിഅമത്ത് സമൂഹത്തിന് എന്താണ്? ലൗകാനു യാലമൂൻ, മനുഷ്യന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ അവരത് അറിഞ്ഞില്ല. മനുഷ്യർ അന്ധകാരത്തിലായപ്പോൾ, ഷിർക്കിലായപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങൾ അയക്കുന്നത്. എപ്പോഴാണ് ആദ്യത്തെ റസൂല് വരുന്നത്? എപ്പോഴാണ് ആദ്യത്തെ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടുന്നത്? സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه كان الناس أمة واحدة. മനുഷ്യരൊക്കെ ഏക സമൂഹമായിരുന്നു. ഐ അലാ മില്ലത്തിൻ വാഹിദ, ഒറ്റ മില്ലത്ത്, തൗഹീദിൻ്റെ മില്ലത്ത്. അനന്തരം അവർ ഭിന്നിച്ചു, ഷിർക്കിലേക്ക് പോയി. ഫബഅസല്ലാഹ്, അപ്പോൾ അള്ളാഹു നിയോഗിച്ചു. ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, താക്കീത് നൽകുന്ന, സന്തോഷവാർത്ത അറിയിക്കുന്ന നബിമാരെ അയച്ചു. കൂടെ വ അൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ്, ന്യായപ്രകാരമുള്ള വേദഗ്രന്ഥങ്ങളും അയച്ചു കൊടുത്തു. എന്തിനാണ്? ലിയഹ്കുമ ബൈനൻ നാസി ഫീമാ ഇഖ്തലഫൂ ഫീ, അവർ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ഇല്ലേ? ഇഖ്തിലാഫാണല്ലോ, ആണ്. എങ്കിൽ ഖുർആനിലേക്ക് നോക്കൂ, ആ ഇഖ്തിലാഫ് തീർക്കാനാണ് ഖുർആനാണ്. അപ്പോൾ ഖുർആൻ എന്താ കാണുന്നത്? വ അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ഷൈആ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. എത്ര ക്ലിയറാണ്!
ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നത് വളരെ ക്ലിയറാണ്. മനുഷ്യർക്കിടയിൽ നമ്മുടെ റബ്ബാരാണ്, ആ റബ്ബിൻ്റെ ഏകത്വം എങ്ങനെ വിശ്വസിക്കണം, ഏതൊക്കെയാണ് വിശ്വാസകാര്യങ്ങൾ, എന്തൊക്കെയാണ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇത് വിശദീകരിക്കപ്പെടുന്നതിനേക്കാൾ വലിയ ഖൈറെന്താണുള്ളത്? അതാണ് ആ നിഅമത്ത്. വസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മതി യഇളുകും ബിഹി വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. സൂറത്തുൽ ബഖറയിൽ ത്വലാഖിൻ്റെ നിയമങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇങ്ങനെയൊക്കെയാണ് ത്വലാഖ് ചൊല്ലേണ്ടത്, ഇന്ന സമയത്താണ് ത്വലാഖ് ചൊല്ലേണ്ടത്, ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ തുടങ്ങി വൈവാഹിക ജീവിതത്തിലെ നിയമങ്ങൾ ഇങ്ങനെ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യരെ, വിശ്വാസികളെ, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങളോട് ചെയ്ത നിഅമത്ത് നിങ്ങളൊന്ന് ഓർക്കണം. ത്വലാഖ് ചൊല്ലണം. നിയമങ്ങളൊന്നുമില്ലെങ്കിൽ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ചെയ്യില്ലേ? എത്ര സ്ത്രീകൾ അനീതിക്ക് വിധേയമാക്കപ്പെടും, എത്ര ഭർത്താക്കന്മാർ അനീതിക്ക് വിധേയമാക്കപ്പെടും, എത്ര കുടുംബങ്ങൾ വഴിയാധാരമാക്കപ്പെടും. വ്യക്തമായൊരു നിയമമില്ലായിരുന്നെങ്കിൽ, വിവാഹ നിയമം തുടങ്ങിയ എല്ലാ നിയമങ്ങളും അള്ളാഹു പറയാണ്, ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. അതേപോലെ തന്നെ വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മതി യഇളുകും ബിഹി, നിങ്ങൾക്ക് ഉപദേശം നൽകിക്കൊണ്ട് ഖുർആനിലൂടെ സുന്നത്തിലൂടെ നാം ഇറക്കിത്തരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. അല്ലാഹു അക്ബർ. യഇളുകും ബിഹി, അള്ളാഹു പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് വയല് തരികയാണ്, നിങ്ങൾ ഉപദേശിക്കുകയാണ്. അങ്ങനെ നിങ്ങളെ ഉപദേശിച്ചു കൊണ്ടാണ് ഖുർആനിലുള്ള ആയത്തുകളും നബിയുടെ ഹദീസുകളും. ഇതൊന്ന് ഓർക്കണം മനുഷ്യ, ഇത് റബ്ബിൻ്റെ നിഅമത്താണ്, ഓർക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ വിശ്വാസകാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും അടക്കം ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും നമുക്കാവശ്യമായ വഴികൾ വിശദീകരിക്കപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ നിഅമത്ത്. പക്ഷേ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ഇത് അറിയുന്നില്ല, അല്ലെങ്കിൽ അവർ നന്ദി കാണിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അലം തറ, നബിയെ കണ്ടില്ലേ, ഇലല്ലദീന ബദ്ദലൂ നിഅമത്തല്ലാഹി കുഫ്റാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിനെ പകരമായി നന്ദികേട് കാണിച്ച ആളുകൾ, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഒരാൾക്ക് നബിയുടെ സന്ദേശത്തെ എങ്ങനെ നിരാകരിക്കാൻ കഴിയും? സ്നേഹത്തോടുകൂടി 40 വർഷം, ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ വളരെ വലിയൊരു വർഷമാണ്. ഒരാളുടെ നെല്ലും പതിരും വേർതിരിക്കാൻ അധിക വർഷങ്ങൾ വേണ്ട. കാരണം ഒരാൾ ഒരു വർഷം നല്ല ആളാണെങ്കിൽ അയാളുടെ സ്വഭാവം തൊട്ടടുത്ത വർഷം വെളിവാകും, അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷം വെളിവാകും, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ വെളിവാകും. 40 വർഷം നബിയുടെ കൂടെ നിന്നിട്ട് ഇന്നുവരെ കളവ് പറയുന്നത് ഞങ്ങൾക്കറിയില്ല എന്ന് അബൂ സുഫിയാൻ പോലും സാക്ഷ്യം വഹിക്കുകയാണ്, ശത്രുവായിരിക്കെ തന്നെ. അല്ലമീൻ, അങ്ങേയറ്റത്തെ വിശ്വസ്തൻ എന്ന് സ്നേഹത്തോടുകൂടി അവർ വിളിച്ച ആ നബിയിലൂടെ, ആ നബിയെ റസൂലായി തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചു കൊടുത്തിട്ട് ആ അറബികൾ, ഭാഷയിൽ അങ്ങേയറ്റം കഴിവുണ്ടായിരുന്ന അറബികൾ തോറ്റുപോകുന്ന അതുല്യമായൊരു വേദഗ്രന്ഥവും കിട്ടിയിട്ട്, അറബികൾക്കിടയിലെ ഏറ്റവും വലിയ കവിതയിൽ അറിവുണ്ടായിരുന്ന ജിന്നുകളുടെയും മനുഷ്യരുടെയും കവിതകളിൽ പോലും വിജ്ഞാനമുണ്ടായിരുന്ന ആളുകൾ പോലും ഇത് ജിന്നിൻ്റെതുമല്ല, ഇത് ഇൻസിൻ്റെതുമല്ല, ഇത് മനുഷ്യരുടെ വാക്കേ അല്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ട് പോലും അവർ ആ പ്രവാചകനെ നിഷേധിച്ചില്ലേ? ആ പ്രവാചകൻ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? വീണ്ടും അവർ യുദ്ധത്തിന് പോയില്ലേ? ആ നബിയെ കൊല്ലാൻ വേണ്ടി അവർ ചട്ടം കെട്ടിയില്ലേ? എന്തൊരു നന്ദികേടാണത്! അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമത്തല്ലാഹി കുഫ്റാ, അല്ലാഹു വമ്പിച്ച അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അതിനോട് അവർ നന്ദികേട് കാണിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാണെങ്കിൽ എക്കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഖുർആനും ഹദീസും പക്ഷപാതിത്വമില്ലാതെ, ഹിസ്ബിയത്തില്ലാതെ, നബിയും സഹാബികളും മനസ്സിലാക്കിയതുപോലെ ദീന് പറഞ്ഞു തരുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അവർക്ക് ചെവി കൊടുക്കുക. എന്നാൽ നിങ്ങളെ നാശത്തിലേക്കും ശിർക്കിലേക്കും പ്രമാണങ്ങളില്ലാത്ത കാലകീലകളിലേക്കും നാട്ടുനടപ്പിലേക്കും ബഹുദൈവാരാധനയിലേക്കും കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അവർ നിങ്ങളോട് ഗുണകാംക്ഷയില്ലാത്തവരാണ്. അവരെന്താ ചെയ്യുന്നത്? വ അഹല്ലു ഖൗമഹും ഐ അൻസലു ഖൗമഹും, അവരുടെ സമൂഹത്തെ അവർ കൊണ്ടുപോയി തള്ളിയിട്ട് കൊടുത്തു. ബദറിലേക്കടക്കം ദാറുൽ ബവാർ, നാശത്തിൻ്റെ വീട്ടിലേക്ക്. അതിന് ബദറിലാണെങ്കിലും ഉഹദിലാണെങ്കിലും അത് ദുനിയാവിൽ വെച്ചുള്ളത്. എന്നാൽ ഖബറിൻ്റെ അവസ്ഥ എന്താണ്? പരലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ ഹാദിഹി നാറുല്ലതി കുൻതും ബിഹാ തുകദ്ദിബൂൻ. നരകത്തിലേക്ക് ശക്തമായ ഒരു തള്ളൽ അവരെ തള്ളിവിടുന്ന ദിവസം അവരോട് പറയും, നിങ്ങൾ നിഷേധിച്ച നരകമാണിത്.
ഇതിന് തൊട്ടു മുമ്പ് മനുഷ്യരെ പിഴപ്പിക്കുന്ന നേതാക്കളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ശൈത്താനെക്കുറിച്ച് പറഞ്ഞില്ലേ? ഇതൊക്കെ അള്ളാഹു കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് പോലെ നിരന്തരമായി അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഒരായത്ത് കഴിഞ്ഞ അടുത്ത ആയത്ത്, ഓരോ ആയത്തിൻ്റെയും കണ്ടൻറ്റുകളെ നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി നോക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആന് പറയാനുള്ള കാര്യങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് അള്ളാഹുവിൻ്റെ ഏകത്വമാണ്, പ്രവാചകന്മാരുടെ സത്യതയാണ്, പരലോകത്തിൻ്റെ സത്യതയാണ്. ഈ കാര്യങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു വ്യത്യസ്തങ്ങളായ വഴികൾ സ്വീകരിച്ചിരിക്കുന്നു. അത് നമ്മോടുള്ള റഹ്മത്ത് കാരണത്താലാണ്. വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ, അവരുടെ സമൂഹത്തെ നാശത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ടു. ഏതാണ് ആ വീട്? ജഹന്നം, നരകമാണത്. യസ്ലൗനഹ, അവരെല്ലാവരും അതിൽ കത്തിയെരിയും, നേതാക്കളും അനുയായികളുമെല്ലാം അതിൽ കത്തിയെരിയും. വബിഅ്സൽ ഖറാർ, അതെത്ര മോശമായ പര്യവസാന കേന്ദ്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖൗലു സാബിത്ത് കൊണ്ട് ഈ ദുനിയാവിലും ബർസഖിലും മഹ്ശറിലും അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തരം നന്ദികേടുകളിൽ നിന്നും കുഫറിൽ നിന്നും ശിർക്കിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ശഅബാൻ മാസത്തിലാണുള്ളത്. നമ്മുടെ പ്രവർത്തനങ്ങൾ വാർഷികമായി പ്രദർശിപ്പിക്കപ്പെടുന്ന മാസമാണിത്. ചെറിയ മാസമൊന്നുമല്ല ഇത് വലിയൊരു മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുർഫഉൽ അഅമാലു ഇലല്ലാഹ്. ഈ മാസത്തിൻ്റെ പ്രത്യേകത അമലുകളെല്ലാം കൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടും. കാരണം ഇത് കഴിഞ്ഞാൽ വരുന്നത് ഏത് മാസമാണ്? റമളാൻ മാസമാണ്. റമളാൻ മാസത്തിലാണ് എന്ത്? ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത എന്താണ്? ഫീഹ യുഫറഖു കുല്ലു അംരിൻ ഹക്കീം. അടുത്ത വർഷത്തിലേക്കുള്ള അപ്ഡേറ്റുകൾ മലക്കുകളുടെ കൈകളിൽ കൊടുക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്. അടുത്ത ലൈലത്തുൽ ഖദർ വരെ, അടുത്ത റമളാൻ വരെ. അപ്പോൾ റമളാൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു മാസമാണ്, നമ്മുടെ ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ ശഅബാൻ എന്ന് പറഞ്ഞാൽ എൻഡിങ് ആണ്. ശരിക്കും ഈ എൻഡിങ്ങിലാണ് എല്ലാ അമലുകൾ കൂടി ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ കൂടുതൽ നോമ്പ് നോൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് അവർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല നിലക്കുമുള്ള യാത്രകൾ ഉണ്ടായിരുന്നു. ഇത്തരം യാത്രകളിലും സന്ദർഭങ്ങളിലുമൊക്കെ പല സുന്നത്ത് നോമ്പുകളും നോൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം നോട്ട് ചെയ്ത് ധാരാളമായി നോമ്പ് നോൽക്കാനുള്ള കാരണം ഇതിനെ മേക്കപ്പ് ചെയ്യുകയാണ്. കാരണം എന്താണ്? അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ എവിടെയും ഒരു കമ്മി വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് നമ്മുടെ വാർഷികമായ അമലുകൾ, അതാണ് ഉലമാക്കൾ പറഞ്ഞത്, അത് സനവിയായി നടക്കുന്ന ഉയർത്തലാണ്. ആഴ്ചയിൽ ഉയർത്തുന്നതുണ്ട്, അതെല്ലാ വ്യാഴാഴ്ചയുമാണ്. ദിവസവും ഉയർത്തുന്നതുണ്ട്, അതെല്ലാ സുബൈക്കും അതേപോലെ തന്നെ അസറിനുമാണ്. എന്നാൽ വർഷത്തിലെ അമലുകൾ ഉയരുന്നത് മൊത്തത്തിൽ അത് ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് ധാരാളമായി ഇബാദത്തുകൾ ചെയ്യുക. ഷഹ്റുൽ ഖുറാഹ്, കാര്യങ്ങളുടെ മാസമാണ് ശഅബാൻ എന്ന് സലഫുകളിൽ നിന്ന് പലരും പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ ഖുർആൻ ധാരാളമായി ഓതി ഖുർആനുമായി ഒരു തയക്കമുണ്ടാവാൻ. കാരണം ഖുർആനിൻ്റെ മാസം യഥാർത്ഥത്തിൽ ഷഹ്റുൽ ഖുർആൻ റമളാനാണ്. പക്ഷേ റമളാനിൽ മാത്രം ഖുർആൻ തുറന്നു നോക്കുന്ന ആളുകൾക്ക് അധികം ഓതാൻ കഴിയില്ല. ഒരു പേജ് 2 പേജൊക്കെ ഓതുമ്പോഴേക്കും മടുപ്പ് വരും, കാരണം ശീലമല്ല. എന്നാൽ ശഅബാനിലെ അത് തുടങ്ങിയാൽ റമളാനിൽ അത് പിന്നെ യൂസ്ഡ് ആവും. അങ്ങനെ പിന്നെ കൂടുതൽ ഓതാൻ സാധിക്കും. അതുകൊണ്ട് ശഅബാനിനെ ഖുർആൻ ഓതുവാനും മറ്റു അമലു സാലിഹാത്തുകൾക്കും നോമ്പിനുമൊക്കെ സഹാബികൾ ഈ മാസത്തെ കണ്ടിരുന്നു, തിരഞ്ഞെടുത്തിരുന്നു. ആ നിലക്ക് നമ്മളും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.